ഒത്തിരി ഹാപ്പിയാണ്. നാഥൻ മാഷ് അതോലിച്ച് മനസ്സ് വിഷമിക്കേണ്ട. അമ്മ കണ്ടെത്തി കുട്ടിയല്ലേ, മാഷിന് നല്ലതേ അമ്മ ചെയ്യൂ. മാഷ് ഇനിയും പഴയ കാര്യങ്ങൾ ഓർത്ത് നടക്കരുത്. അതെനിക്കും മാഷിനും ദോഷമേ ചെയ്യൂ. എനിക്കൊന്നും മാഷ് നല്ലൊരു സുഹൃത്ത് തന്നെയാവും. അവൾ അത്രയും പറഞ്ഞ് അവനെ നോക്കുമ്പോൾ അവസാന പ്രതീക്ഷ നഷ്ടപ്പെട്ടവനെ പോലെ നിന്നു അവൻ. അതറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ അവളും. ക്ലാസ് തുടങ്ങാനായി, ഞാനെന്നാ അങ്ങോട്ട്. നാഥൻ പറഞ്ഞ് മുന്നോട്ട് നടന്നു. മാഷേ, സീത പെട്ടെന്ന് വിളിച്ചതും അവനും തിരിഞ്ഞു നോക്കി അവളെ. ഞാനൊരു കാര്യം ചോദിക്കാൻ. അവൾ പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. എന്താടോ, കാര്യം പറ. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. മാഷിനെ ജോസിനെ അറിയുമോ? അവൾ ചോദിക്കുമ്പോൾ ഏത് ജോസ് എന്ന ഭാവത്തിൽ അവളെ നോക്കിയവൻ. വാറ്റ് ജോസ്? അവൻ ആളെ മനസ്സിലാവാൻ എന്നോണം വട്ടപ്പേര് കൂടി കൂട്ടിപ്പോൾ അവൾ പറഞ്ഞു. ടീച്ചേഴ്സ് റൂമിലേക്ക് കയറി, കൂടെ രാമനാഥനും. താൻ എന്തിനാ അയാളെയൊക്കെ അന്വേഷിക്കുന്നേ? 5-6 കേസുള്ള തനി റൗഡിയാണ് അയാൾ. എന്തും ചെയ്യാൻ മടിക്കാത്തൊരു കണ്ണിച്ചോരയില്ലാത്തൊരു ദുഷ്ടൻ. അയാൾ പറയുന്നത് എന്തും കേൾക്കുന്ന കുറേ ആൾക്കാർ വേറെയും. ജയിലിലായിരുന്നു കുറച്ചു കാലം. ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താ കേൾക്കുന്നേ? നാഥൻ ഓരോന്ന് പറയും തോറും എന്തോ അവളുടെ ഉള്ളിൽ പേടി കൂടി വന്നു. അവളുടെ കൈ അവൾ പോലും അറിയാതെ അവളുടെ താലിയിൽ മുറുകെ പിടിച്ചു. നെഞ്ചൊക്കെ വല്ലാതെ പിടയ്ക്കും പോലെ. എന്താ സീതയെ, മുഖം വല്ലാതായി? ആകെ വിയർത്തല്ലോ. കഴുത്തിലും നെറ്റിയിലും ആകെ വിയർപ്പ് പൊടിഞ്ഞ് പേടിയോടെ നിൽക്കുന്നവളെ കാണേ നാഥൻ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചതിന് അവളുടെ സീറ്റിലേക്ക് ഇരുന്ന് ബാഗിൽ വെച്ച് കുപ്പിയെടുത്ത് കുറച്ച് വെള്ളം നിർത്താതെ കുടിച്ചു അവൾ. ഒന്നുമില്ല മാഷേ, മാഷ് പൊക്കോ. എന്തോ വല്ലാത്തൊരു തലവേദന. ഞാൻ അടുത്ത പിരീഡ് കയറിക്കോളാം. സാരിയുടെ തലപ്പ് കൊണ്ട് മുഖമൊന്ന് തുടച്ചവൾ പറയുമ്പോൾ അവളെ വിട്ടുപോകാൻ മനസ്സിലാതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവനവൻ്റെ ക്ലാസ്സിലേക്ക് നടന്നു. അവിടെയുള്ള ടേബിളിൽ തലവെച്ച് കിടക്കുമ്പോൾ അവളുടെ മനസ്സിൽ അവനായിരുന്നു. അവൻ്റെ നോട്ടവും കളിയാക്കിയുള്ള ചിരിയും തലയെടുപ്പോഴുള്ള നടത്തവും എല്ലാം അവളുടെ മനസ്സിൽ വന്ന് നിറയുന്നു. ഭഗവാനെ കാത്തോണേ, അവൾ മനസ്സൊരുക്കിയെന്ന് ആദ്യമായി അവന് വേണ്ടി പ്രാർത്ഥിച്ചു പോയി. അത്രയ്ക്ക് പേടിച്ചു പോയിരുന്നു ആ പെണ്ണ്. കാരണം മറുഭാഗത്ത് നിൽക്കുന്നത് എന്തിനുമൊന്ന് ഒരുത്തനാണ്. കൊല്ലാൻ പോലും മടിയില്ലാത്ത കൂട്ടരും. ഓരോന്ന് ആലോചിക്കും തോറും ആകെ ഒരു വിറയൽ പടർന്നു അവളിൽ. അന്ന് എങ്ങനെയൊക്കെയാണ് അവൾ വൈകുന്നേരം വരെ എത്തിച്ചത്? ക്ലാസ്സിൽ കുട്ടികൾക്ക് ഓരോ വർക്ക് കൊടുത്ത് അവൾ അവിടെയുള്ള ചെയറിലിരുന്നു. അന്ന് പഠിപ്പിക്കാനൊന്നും അവൾക്ക് തോന്നിയതേ ഇല്ലെന്നാണ് സത്യം. വീട്ടിലേക്ക് എത്തണം, അവനൊന്ന് കാണണം, അത്ര മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. 4 മണിക്ക് ബെല്ലടിച്ചതും അതുവരെ വാടിക്കൊഴിഞ്ഞിരുന്നവൾ പൊടുന്നനെ വേഗം എഴുന്നേറ്റ് ബാഗെടുത്ത് എല്ലാവർക്കും മുന്നേ ടീച്ചേഴ്സ് റൂമിൽ നിറങ്ങി. അവളുടെ ധൃതി കണ്ട് പരസ്പരം നോക്കി നിന്നു ബാക്കിയുള്ളവർ. ബാഗും തോളിട്ട് വേഗം സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതും കണ്ടു ബൈക്കിൽ ചാരി കൈകൾ പിണച്ചു കെട്ടി തന്നെ കാത്തുന്ന പോലെ നിൽക്കുന്നവനെ. അവളുടെ മനസ്സിലൊരു ആശ്വാസത്തിൽ കുളിർമഴ പെയ്തു. അവളുടെ ചുട്ടുപൊള്ളുന്ന മനസ്സിനെ ശാന്തമാക്കിയതുപോലെ. ഇന്നെന്തോ അവനടുത്തേക്ക് നടക്കുമ്പോൾ എന്നുമില്ലാത്തൊരു പുഞ്ചിരി ആ ചുടിയിൽ വിരിഞ്ഞിരുന്നു. ഞാൻ വെറുതെ ആ ബാലന്മാഷിനൊന്ന് കാണണമെന്താ? അവളടുത്ത് വന്നതും പെട്ടെന്ന് അവൻ പറഞ്ഞു. ഇന്ന് വായനശാലയിൽ മീറ്റിംഗ് ഉണ്ടാവൂലേ? അവനെ നോക്കിയൊരു ചിരിയോടെ അവൾ പറയുമ്പോൾ അവൻ്റെ മുഖത്ത് തെളിഞ്ഞൊരു കള്ളച്ചിരി. ഇന്ന് ബാലന്മാഷ് ലീവാണ്, എന്നെ ഒന്ന് വീട് വരെ കൊണ്ടുപോയി വിടാമോ? അവൾ അവനെ നോക്കി പറഞ്ഞു. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവളെ തന്നെ നോക്കി നിന്ന് പോയി അവൻ. വീട്ടിൽ കൊണ്ടുപോയി വിടാമോ എന്ന് അല്പം ഉച്ചത്തിൽ അവൾ പറഞ്ഞതും അവൻ വേഗം ബൈക്കിൽ കയറുന്ന കണ്ണുകൾ കൊണ്ട് കാണിച്ചതും അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ ബൈക്കിലേക്ക് കയറി. അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കി അവളെ ഒന്ന് നോക്കി. അവനെ നോക്കാൻ കഴിയാതെ തലതാഴ്ത്തി അവളും. അവളുടെ മാറ്റങ്ങൾ അവൾക്ക് തന്നെ അറിഞ്ഞു തുടങ്ങിയിരുന്നു. ദൂരെ നിന്ന് നാഥൻ മാഷും സീതയും കൊണ്ട് ഇന്ദ്രൻ അവൻ്റെ ബൈക്കിൽ ചീറിപ്പാഞ്ഞു പോകുമെന്ന് നോക്കി നിന്നിരുന്നു. ഇല്ലാതെ കൊണ്ട് ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് മനസ്സിൽ കരുതി സീത കളിക്കാനുള്ള സാധനങ്ങൾ എടുത്ത് ബാത്റൂമിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് മനസ്സിൽ തറവാട്ട് കുളത്തിൽ പോയി ഒന്ന് കുളിക്കാമെന്ന് തോന്നുന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ അങ്ങോട്ട് നടന്നു അവൾ. തമ്പുരാട്ടി അമ്മയുടെ കുളത്തിൽ കുളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞവൾ തറവാട്ട് കുളത്തിലേക്ക് നടക്കുമ്പോൾ തന്നെ താളി ഉണ്ടാക്കാനായി കുറച്ച് ചെമ്പരത്തിയിലയും പൂവും പറിച്ച് കയ്യിൽ കരുതിയിരുന്നു. പണ്ട് ഇത് ശീലമുള്ളതാണ്. സ്കൂളില്ലാത്ത സമയത്ത് അമ്മയുടെ കൂടെ കുളത്തിലേക്ക് വരുന്നതും അമ്മ അലക്കി കഴിയും വരെ താനും അപ്പവും ചേച്ചിയും അവിടെ നീന്തി കളിക്കുന്നതും ഒടുവിൽ അമ്മ വഴക്ക് പറയുമ്പോൾ വേഗം കുളിച്ച് ഓടിപ്പോകുന്നതെല്ലാം മനസ്സിലേക്ക് വന്നതും ഒരു പുഞ്ചിരി തെളിഞ്ഞു അവളിൽ. വലുതാകും തോറും അമ്മയോടൊപ്പം അലക്കാനും താൻ കുളത്തിലേക്ക് വരാൻ തുടങ്ങി. വലിയ വലിയ വസ്ത്രങ്ങൾ അമ്മ അലക്കുമ്പോൾ തനിക്കെന്നും അലക്കാൻ ഇന്ദ്രൻ്റെയും സിത്താരയുടെയും വസ്ത്രങ്ങളായിരുന്നു. വസ്ത്രം അലക്കലും തേച്ചും എനിക്ക് അടുക്കി വെക്കലും എല്ലാം താൻ തന്നെ സ്വയം ഏറ്റെടുത്തപ്പോൾ അമ്മയ്ക്ക് കൊടുക്കുന്നതിന് പുറമെ തറവാട്ടമ്മ തനിക്കും കുറച്ച് കാശ് തരുമായിരുന്നു. അത് സ്വരുക്കൂട്ടി വാങ്ങി അപ്പൂനൊരു സൈക്കിൾ വാങ്ങുമ്പോൾ തനിക്കുണ്ടായ അഭിമാനവും സന്തോഷവും അതിപ്പോഴും തൻ്റെ ഉള്ളിലുണ്ട്. ഓരോന്നോർത്ത് കുളിക്കുന്നതിനടുത്ത് എത്തിയതുപോലും അവൾ അറിഞ്ഞില്ല. ഉടുത്തുമാറാനുള്ള വസ്ത്രം ഒരു ഭാഗത്ത് വെച്ചവൾ മെല്ലെ ഓരോ പടികളായി ഇറങ്ങി. തെളിഞ്ഞു നിൽക്കുന്ന കുളം കാണെ അവൾ മെല്ലെ വലതുകാൽ ആ വെള്ളത്തിലേക്ക് മെല്ലെ തൊട്ടതും ശരീരം വിറയ്ക്കും പോലെയുള്ളൊരു തണുപ്പ് അവളുടെ കാല് മുതൽ തലവരെ അടിച്ചു കയറി. പെട്ടെന്ന് കാല് വെള്ളത്തിൽ നിന്നും എടുത്ത് അവൾ വീണ്ടും കുളത്തിലേക്ക് നോക്കി. കുളത്തിലെ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും സീതേ, ഇവിടുന്ന് കുളിച്ചു പോരും നിനക്ക്. തമ്പുരാട്ടിയമ്മ പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് വന്നതും അത് മതിയായിരുന്നു എന്നൊരു ചിന്ത വന്നു അവളിലും. കുളത്തിലേക്ക് ഇറങ്ങണോ വേണ്ടേ എന്നൊരു ചിന്തയോടെ ഒന്ന് നിന്നു പോയി സീത. പെട്ടെന്ന് പിറകിൽ നിന്നും ശക്തിയിൽ ആരോ അവളെ തള്ളിയതും ഒറ്റ കൊതുപ്പിൽ വെള്ളത്തിലേക്ക് വീണ് സീത.
പെട്ടെന്ന് എന്തോ സംഭവിച്ചെന്ന് പോലും മനസ്സിലാകാതെ ഒന്ന് മുങ്ങി താഴ്ന്നു പോയി അവൾ. ശ്വാസം എടുത്തു വിട്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു തന്നെ നോക്കി ഒരു കള്ളച്ചിരിയോടെ നിൽക്കുന്ന ഇന്ദ്രനെ. വെള്ളത്തിൽ നിന്ന് സീത അവനെ തറപ്പിച്ച് നോക്കുമ്പോൾ ഇട്ടിരുന്ന ടീഷർട്ട് ഊരിയെറിഞ്ഞ് ഒറ്റച്ചാട്ടത്തിന് അവളുടെ അടുത്തെത്തി ഇന്ദ്രൻ. ഒന്ന് മുങ്ങി നിറവർന്നവൻ അവളുടെ അടുത്തെത്തി അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവൻ ചാടുമ്പോൾ അടച്ച കണ്ണുകൾ തുറക്കാതെ നിൽക്കുകയാണ് സീത. കൈക്കുമ്പിൽ കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തെറിപ്പിച്ചുവൻ. ഒരു പിടച്ചിലൂടെ അവൾ പെട്ടെന്ന് കണ്ണ് തുറന്നും മുന്നിൽ നിൽക്കുന്നതിനെ കണ്ട് രണ്ടടി പിറകിലേക്ക് നീങ്ങിയവൾ. ആ നീക്കത്തിൽ വെള്ളത്തിലുണ്ടായിരുന്ന ഒരു കല്ലിൽ ചവിട്ടിയവൾ വീഴാനാഞ്ഞതും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവളെ. അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കുമ്പോൾ അവൻ തൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുമെന്നാണ് കണ്ടത്. അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതെ പോലെ അവൾ മുഖം തിരിച്ചതും അവളുടെ വയറിൽ ചുറ്റി പിടിച്ച് അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി. ഒന്ന് തടയാൻ പോലും കഴിയാതെ അവളും അവനോട് ചേർത്ത് നിൽക്കുമ്പോൾ അവൾ ചേർത്ത് പിടിച്ച് ഒന്നുകൂടെ മുങ്ങി നിവർന്നു അവൻ. അതൊട്ടും പ്രതീക്ഷിക്കാതെ കൊണ്ടാണ് തന്നെ ആ മുങ്ങലിൽ അവനെ ചുറ്റിപ്പിടിച്ചു പോയി അവൾ. മുങ്ങി നിവർന്ന ശ്വാസം ആഞ്ഞു വലിച്ചവൾ. അപ്പോഴും അവനിൽ നിന്നുള്ള പിടി അവൾ വിട്ടിരുന്നില്ല. അവനും അവൾ ചേർത്ത് പിടിച്ച കൈ ഒട്ടും അയച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ എങ്ങനെ തണുപ്പ് പോയ സീതമ്മേ? തൻ്റെ കാതോരം പതിഞ്ഞ സ്വരത്തിൽ അവൻ്റെ ചുടുശ്വാസം തട്ടിത്തെറിച്ചതും കണ്ണുകളൊന്ന് ചിമ്മി തലയൊന്ന് മേലെ കുടഞ്ഞു അവനെ നോക്കിയവൾ. അമ്മയാ പറഞ്ഞത് താൻ കുളിക്കാൻ കുളത്തിലേക്ക് പോയിന്ന്. അപ്പോൾ ഭാര്യയുടെ കുളിസീനൊന്ന് നേരിട്ട് കാണാമെന്ന് വെച്ച് വന്നപ്പോൾ വെള്ളത്തിൻ്റെ തണുപ്പ് നോക്കി കുളത്തിലിറങ്ങാതെ നിൽക്കുക നീ. അതല്ലേ ഒറ്റയടിക്ക് എൻ്റെ പെണ്ണിൻ്റെ തണുപ്പങ്ങ് മാറ്റി തന്നത്. നോക്കി ഇപ്പോൾ സീതയ്ക്ക് തണുക്കുന്നില്ലല്ലോ. അവൻ പറയുമ്പോഴും അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച കൈ ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു. നനഞ്ഞു കുതിർന്ന രണ്ട് ശരീരങ്ങൾ അത്രയും ചേർന്ന് നിൽക്കുമ്പോൾ എന്തോ രണ്ടുപേരിലും എന്തൊക്കെയോ ആഗ്രഹങ്ങൾ വന്നു കൂടിയിരുന്നു. നനഞ്ഞൊട്ടി അവളുടെ വസ്ത്രം അവളുടെ ഉടലളവുകൾ എടുത്തു കാണിക്കുമ്പോൾ ശരീരം ചൂട് പിടിക്കും പോലെ തോന്നി ഇന്ദ്രന്. തൻ്റെ സ്വപ്നത്തിലെ രാജകുമാരി ഇന്ന് തനിക്കടുത്ത് തൻ്റെ കയ്യിൽ പതുങ്ങി നിൽക്കുമ്പോൾ ഒരാണിൻ്റെ എല്ലാ കാടിഞ്ഞാനും പൊട്ടിപ്പോകുന്ന നിമിഷമായിരുന്നത്. ഒരു പുരുഷനോട് ചേർന്നിങ്ങനെ നിൽക്കുമ്പോൾ അവളിലും എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്. എങ്കിലും സീത അടക്കി പിടിക്കുമ്പോൾ അവളെ ഒന്നാകെ തന്നിലേക്ക് ചേർക്കാൻ കൊതിച്ചുവനും. നിനക്ക് ഓർമ്മയുണ്ടോ സീതേ, ഇവിടെ വെച്ചാണ് ആദ്യമായി ഞാൻ എൻ്റെ ഇഷ്ടം നിന്നോട് പറഞ്ഞത്. അന്ന് ഈ കുളത്തിലേക്ക് എന്നെ തള്ളിയിട്ട് നീ കരഞ്ഞു പോകുമ്പോൾ ഉറപ്പിച്ചാടി ഈ കുളത്തിൽ വെച്ച് ഞാൻ നിനക്ക് അന്ന് തന്നതുപോലൊരു സമ്മാനം നിൻ്റെ അടുത്ത് നിന്ന് വാങ്ങണമെന്ന്. ഇന്ന് ആ ദിവസമാണ് ഞാൻ ഒരുപാട് കാത്തിരുന്ന ദിവസം. താ ഇവിടെ ഈ കവളിൽ, നീ അന്ന് അടിച്ച ഈ കവളിൽ തരണം നീ എനിക്ക് നിൻ്റെ ആദ്യ ചുംബനം. അത്രയും പറഞ്ഞവൻ അവൻ്റെ കവളിൽ ചൂണ്ടുവിരൽ വെച്ച് പറഞ്ഞതും പേടിയുടെ അവനെ നോക്കി ഒന്നുമേ ഇറക്കിയവൾ. ഇന്ദ്രൻ പോയി താൻ പറഞ്ഞതൊക്കെ ഇഷ്ടമുള്ള ആൾക്ക് സ്നേഹത്തോടെ കൊടുക്കുന്നതാ. എനിക്കിതുവരെ തന്നോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. വേണേൽ അന്നത്തെ പോലെ തനിക്ക് ബലം പ്രയോഗിച്ച് വാങ്ങിക്കാം, പക്ഷേ തൻ്റെ മനസ്സുകൊണ്ട് തരുന്നതാവില്ല. എങ്ങനെയൊക്കെ പറഞ്ഞു തീർത്ത് അവൾ അവനെ നോക്കുമ്പോൾ അവളെ തന്നെ നോക്കി നിൽപ്പാണ് ഇന്ദ്രൻ. ഉറപ്പാണോ? സീതയുടെ കണ്ണിൽ നോക്കി അവൻ ചോദിക്കുമ്പോൾ അവനെ നോക്കാതെ തകാഴ്ത്തി അവൾ അതേം തലയാട്ടിയതും കണ്ണിലേക്ക് നോക്കി പറയടി. തന്നെ നോക്കാതെ നിൽക്കുന്നവളെ നോക്കി ഇന്ദ്രൻ പറയുമ്പോൾ അവനെ മിഴി ഉയർത്തി നോക്കി അവൾ. ഉറപ്പാ? അവനെ നോക്കി വിക്കി വിക്കി അവൾ പറഞ്ഞതും നിന്റെ കണ്ണിൽ എവിടെയോ എന്നോട് ഒരു ഇഷ്ടം തെളിഞ്ഞു വന്നതുപോലെ തോന്നി. പോട്ടെ, എനിക്ക് തോന്നിയതാവും. അവൻ പറയുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേ ഇല്ല അവൾ. അവൻ അവളിൽ നിന്ന് പിടിവിട്ടൊന്നുകൂടെ മുങ്ങി നിവർന്ന് കുളപ്പടവുകൾ കയറി സീത കൊണ്ടുവന്ന് തുവർത്തെടുത്ത് നന്നായി തലയും ശരീരവും തുടച്ച് നിലത്തേക്ക് എറിഞ്ഞ് ടീഷർട്ട് എടുത്തിട്ട് സീതയെ നോക്കി. അവനെ തന്നെ നോക്കി നിന്നവൾ അവൻ തന്നെ നോക്കുന്നറിഞ്ഞ നിമിഷ നേരം കൊണ്ട് മുഖം തിരിച്ചതും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി ഇന്ദ്രൻ. അവൻ പോയതും ഒരു ആശ്വാസം പോലെ ഒരു ദീർഘശ്വാസം എടുത്തവൾ മെല്ലെ നടന്ന ഒരു പടിയിലായിരുന്നു. താൻ കൊണ്ടുവന്ന ചെമ്പരത്തിയിലെയും പൂവും എടുത്ത് ഒരു കല്ലിൽ വെച്ച് തേച്ച് താളി ഉണ്ടാക്കാൻ തുടങ്ങി. മനസ്സിലേക്ക് അവൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും കയറി വന്നതും അന്നത്തെ ആ ദിവസം ഒന്ന് ഓർത്തുപോയി സീത. അന്ന് താൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. സ്കൂൾ വിട്ട് അമ്മയെ കാണാനായി കോലത്തേക്ക് വന്നപ്പോഴാണ് അറിയുന്നത് അമ്മ അലക്കാനായി തറവാട്ടുകുളത്തിലേക്ക് പോയി എന്നത്. പിന്നെ ഒന്നും നോക്കാതെ അങ്ങോട്ട് നടക്കാനാഞ്ഞു. തന്നെ പിടിച്ച് കുറച്ച് ചായയും കുടിപ്പിച്ചാണ് തറവാട്ടം അങ്ങോട്ട് വിട്ടത്. അവൾക്കറിയാം ആ പോകുന്നത് അമ്മയെ സഹായിക്കാനാണെന്ന്. കുളപ്പാടുകൾ ഇറങ്ങി വരുമ്പോഴേ കണ്ടു ഓരോന്നും അലക്കിയെടുക്കുന്ന അമ്മയെ. അമ്മേ, കഴിഞ്ഞില്ലേ ഇത്? ഇനി ബാക്കി ഞാൻ ചെയ്യാം, അങ്ങോട്ട് മാറി നിൽക്കുക. ഇന്നലെ രാത്രിയിൽ അമ്മയ്ക്ക് ചെറിയൊരു പനി കോളുള്ളത് കൊണ്ട് തന്നെ വീണ്ടും പനി കൂടുമെന്നൊരു പേടിയും അവളിൽ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞു മോളെ, ഇനി കുഞ്ഞമ്പരാൻ്റെ കുറച്ച് വസ്ത്രവും സിത്താരക്കുഞ്ഞിൻ്റെ കുറച്ച് വസ്ത്രവും മാത്രമേ ഉള്ളൂ. കുഞ്ഞൊരു കിതപ്പോടെ അമ്മ പറയുമ്പോഴേക്കും സീത കുളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. അമ്മ അലക്കി വെച്ചത് കൊണ്ടുപോയി വിരിച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും ഇതും അലക്കി ഞാൻ അങ്ങ് വന്നോളാം. സീത അമ്മയെ നോക്കി പറഞ്ഞ് വെള്ളത്തിലേക്ക് ഇന്ദ്രൻ്റെ ഒരു ഷർട്ട് മുക്കിയെടുത്ത് കാലിൽ വെച്ച് സോപ്പ് തേക്കാൻ തുടങ്ങിയിരുന്നു. അവളെ ഒന്ന് നോക്കി അമ്മ നിൽക്കുമ്പോൾ അമ്മയോട് വീണ്ടും പോകാൻ പറഞ്ഞു സീത. അമ്മ ഒരു വലിയ ഭാണ്ഡക്കെട്ടെടുത്ത് പടികൾ കയറി പോകുമ്പോൾ അവരെ നോക്കി വീണ്ടും അവളുടെ ജോലികൾ ചെയ്തു തുടങ്ങിയിരുന്നു സീത. സീത എവിടെ ലക്ഷ്മി? അങ്ങോട്ട് വന്നിരുന്നല്ലോ ആ കുട്ടി. തുണികൾ ഓരോന്നും അയലിൽ വിളിച്ചിരുന്നവരെ നോക്കി തമ്പുരാട്ടിയമ്മ ചോദിക്കുമ്പോൾ കുളി കഴിഞ്ഞ് വരുന്ന ഇന്ദ്രനും അവരെ ഒന്ന് നോക്കി.
കുറച്ചുകൂടെ അലക്കാനുണ്ടായിരുന്നു തമ്പുരാട്ടിയമ്മേ. അത് അലക്കി വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നു. ഇപ്പോൾ വരും. വീണ്ടും തുണികൾ പിഴിഞ്ഞ് അയയിൽ വിരിച്ചിട്ട് ലക്ഷ്മിയമ്മ പറയുമ്പോൾ ഇന്ദ്രൻ്റെ നടത്തം പതിയായി. മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയവൻ മുറ്റത്ത് കളിക്കുന്ന സിത്താരയെ നോക്കി. സീത്തൂട്ടാ, ഏട്ടൻ്റെ മോൾ ഈ ബാറ്റ് ഒന്ന് ഏട്ടൻ്റെ റൂമിൽ കൊണ്ടുവച്ചേ, ഏട്ടൻ ഇപ്പോൾ വരാം. അവളുടെ കയ്യിൽ ബാറ്റ് കൊടുത്ത് ഇന്ദ്രൻ ധൃതിയിൽ പറഞ്ഞതും വരുമ്പോൾ 5 സ്റ്റാർ കൊണ്ടുവരുമോ? പെട്ടെന്ന് സിത്തു ചോദിച്ചു. ഏറ്റു, 5 സ്റ്റാറോ 10 സ്റ്റാറോ എന്ത് വേണേലും കൊണ്ടുവരാം. അത്രയും പറഞ്ഞ് തിരിഞ്ഞോടി ഇന്ദ്രൻ. ഡാ, നീ ഇതെങ്ങോട്ടാ? ചായ വേണ്ടേ നിനക്ക്? തമ്പുരാട്ടിയമ്മ ഉറക്കെ വിളിച്ചു ചോദിച്ചു. ദാ വരുന്നു അമ്മേ, ഉറക്കെ വിളിച്ച് പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ ഓടി ഇന്ദ്രൻ. അലക്കിപ്പിഴിഞ്ഞതെടുത്ത് ഒന്ന് നടുനിവർത്തി കൈ രണ്ടും കഴുകുമ്പോഴാണ് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഇന്ദ്രനെ സീതപ്പണ്ണെ കാണുന്നത്. വയറിലൊരു തീകോളം ഉരുണ്ടു വരും പോലെ തോന്നി അവൾക്ക്. അവനെ നോക്കാനോ മിണ്ടാനോ അടുത്ത് ചെല്ലാനോ ഒക്കെ ഭയമായിരുന്നു സമയം. അവൻ ഓരോ പടികൾ ഇറങ്ങി വരുന്നു നോക്കി വിറച്ച് വിറച്ച് നിന്ന് കുഞ്ഞു സീത. അലക്കി കഴിഞ്ഞു? ഗൗരവത്തോടുള്ള ചോദ്യം കേട്ടതും തല ഉയർത്താതെ തന്നെ കഴിഞ്ഞു എന്ന് തലയാട്ടി അവൾ. നേരെ അലക്കിയിട്ടില്ലെങ്കിൽ നിനക്കെന്നെ അറിയാലോ, എൻ്റെ ഷർട്ടിലൊരു പാടോ കറിയോ കണ്ടാൽ. അത്രയും ദേഷ്യത്തിൽ അവൻ പറയുമ്പോൾ ശരിയെന്ന പോലെ തലയാട്ടി സീത അവനെ നോക്കാതെ അവൾ അലക്കി വെച്ച ഭാണ്ഡക്കെട്ടെടുത്ത് അവനെ നോക്കാത്ത പടികൾ കയറി തുടങ്ങി. കുളത്തിൽ നിന്നത് കൊണ്ട് തന്നെ അവളുടെ പാവാട മുഴുവൻ നനഞ്ഞു കുതിർന്നു പോയിരുന്നു. അവൻ നിൽക്കുന്ന പടിയിലെത്താനായതും അവളുടെ നടത്തം കുറച്ചുകൂടി വേഗത്തിലായി. എന്നാൽ നനഞ്ഞ പാവാടയും കൊണ്ട് വേഗത്തിൽ നടക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. തൻ്റെ അടുത്തെത്തിയതും കുറച്ച് വേഗത്തിൽ നടക്കുന്നവളുടെ കയ്യിലായി പിടിച്ച ചുമരിനോട് ചേർത്ത് നിർത്തിയവൻ അവളുടെ 2 ഭാഗത്തായി 2 കൈയും കുത്തി നിർത്തിയതും തമ്പുരാൻ കുഞ്ഞ് എന്തായി കാണിക്കുന്നേ? മാറങ്ങോട്ടോ, എനിക്ക് പോകണം. ചുറ്റും നോക്കി പേടിയോടെ അവൾ അവനോട് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ പിടയുന്ന മിഴികളിലും വിറയ്ക്കുന്ന തരത്തിലും പേടിയോടെ തന്നെ നോക്കുന്ന ആ മുഖത്തുമായിരുന്നു. നിന്റെ പരീക്ഷ എന്നാടി? അവളെ തന്നെ നോക്കിയവൻ ഗൗരവത്തിൽ ചോദിച്ചിന് അവനെ നോക്കിയവൾ. 14-ാം തീയതി. അവൻ്റെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ്റെ സ്വഭാവം മാറുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ മനസ്സോടെ പറഞ്ഞു അവൾ. നീ കുറച്ച് ഉഴപ്പുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഇപ്രാവശ്യം മോഡൽ എക്സാമിന് കണക്കിൽ നിനക്ക് 38 മാർക്ക് അല്ലടി കിട്ടിയേ? അവൻ ദേഷ്യത്തോടെ പറയുമ്പോൾ അത് മുഴുവൻ ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതാ. അവനെ നോക്കി പേടിച്ചിലൂടെ പറയുമ്പോഴും അവളുടെ കണ്ണുകൾ പോയത് തനിക്ക് മറയായി വെച്ച് അവൻ്റെ കയ്യിലേക്കാണ്. അതും തട്ടിക്കളഞ്ഞ് ഓടാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും അവനോടുള്ള പേടി കാരണം അടങ്ങി ചുമരിനോട് ചേർന്ന് നിന്നവൾ. പരീക്ഷയ്ക്ക് മുഴുവൻ A+ കിട്ടിയിരിക്കണം കേട്ടല്ലോ. അവൻ ഗൗരവത്തോടെ പറയുമ്പോൾ ശരിയെന്ന പോലെ പേടിയോടെ തലയാട്ടിയവൾ. നിനക്കാരുടെയും പ്രേമമുണ്ടോടി? അവൻ്റെ ചോദ്യം കേട്ട് അവനൊന്ന് കൂർപ്പിച്ച് നോക്കിയവൾ. ചോദിച്ചത് കേട്ടില്ലേ, പ്രേമമുണ്ടോയെന്ന്? അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല. അവനെ നോക്കാതെ മുഖം വെട്ടിച്ചവൾ പറഞ്ഞു. ആ, അത് നന്നായി, അല്ലെങ്കിൽ അവനും നിനക്കും പണിയായനെ. അവൻ അലസ്വഭാവത്തിൽ പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാകാത്ത പോലെ പുരുകം ചൊളിച്ച് അവനെ നോക്കിയവൾ. ഇതിലെൻ്റെ ഡ്രസ്സില്ലേ? അവളുടെ കയ്യിലെ ഭാണ്ഡക്കെട്ട് നോക്കി അവൻ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന പോലെ തലയാട്ടിയവൻ. അങ്ങോട്ട് ചെന്നാൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അമ്മ തരും. പക്ഷേ എനിക്ക് തരാനുള്ളത് ഞാനിപ്പോൾ തന്നെ തന്നേക്കാം. അതും പറഞ്ഞ് ചുമരിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ കവിളിൽ അമർത്തി മുത്തിയവൻ. പെട്ടെന്ന് എന്ത് സംഭവിക്കുമെന്നറിയാതെ കണ്ണുകൾ മുറുകെ അടിച്ചുപോയി സീത. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഭാണ്ഡക്കെട്ട് കയ്യിൽ നിലത്തേക്ക് വീണു. ആ കവിളിൽ അമർത്തി മുത്തുമ്പോൾ അവളോട് ചേർന്ന് നിന്നിരുന്നു അവൻ. അവളുടെ കവിളിൽ ചേർത്ത് വെച്ച മുഖം എടുത്തവളെ നോക്കുമ്പോൾ കണ്ണുകൾ ചുവന്നുപോയി. നിറക്കണ്ണുകളോടെ അവനെ നോക്കി നിൽക്കുന്നവളെ കാണേ അവൻ കണ്ടത് ഇന്നു മുതൽ നീ എൻ്റെ പെണ്ണാ, അതിനുള്ള സ്റ്റാമ്പ് അടിച്ചതാ ഞാൻ. എത്ര ഉയരത്തിലെത്തിയാലും എന്ത് ജോലി കെട്ടിയാലും നിൻ്റെ കഴുത്തിലൊരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഈ കൈ കൊണ്ട് ഞാൻ കിട്ടുന്ന താലിയായിരിക്കും. ഇപ്പോൾ തന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഇനി അങ്ങോട്ട് വലുതാവുകയല്ലേ. ആണുങ്ങളെ കണ്ടാൽ ഇഷ്ടവും പ്രേമവും ഒക്കെ തോന്നും. അതൊന്നും ഇനി വേണ്ട. ഇന്ദ്രൻ കൊതിച്ചതൊന്നും മറ്റാരും നേടിയെടുത്തിട്ടില്ല. അതിനെ ഇന്ദ്രൻ സമ്മതിക്കുകയുമില്ല. പൊടിമീശയൊന്ന് പിരിച്ചവൻ പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് ദേഷ്യത്തിലൂടെ അവനെ നോക്കി അവൾ. അവൻ്റെ നെഞ്ചിൽ 2 കൈ കൊണ്ട് തള്ളി അവനെ കുളത്തിലേക്ക് തള്ളിയിട്ട് കരഞ്ഞുകൊണ്ട് ഓടുമ്പോൾ അവനോടുള്ള ഭയത്തേക്കാൾ കൂടുതൽ അവനോടുള്ള വെറുപ്പ് അവളുടെ മനസ്സിൽ നിറഞ്ഞു തുടങ്ങിയിരുന്നു. കുളത്തിൽ വീണവൻ ചെറുചിരിയോടെ അവൾ നിലത്തേക്കിട്ട് പോയ ഭാണ്ഡക്കെട്ടെടുത്ത് വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും നനഞ്ഞൊട്ടി അവനെയും അവൻ്റെ കയ്യിലെ ഭാണ്ഡക്കെട്ട് നോക്കി. നീ എന്താ ഇതും പിടിച്ചു വരുന്നത്? സീത എവിടെ? ചുറ്റും നോക്കി തമ്പുരാട്ടിയമ്മ പറയുമ്പോൾ ലക്ഷ്മിയമ്മയുടെ കണ്ണുകളും അവളെ തിരഞ്ഞു. ഞാനൊന്ന് ചെളിയിൽ വീണു, അപ്പോൾ കുളിക്കാൻ കുളത്തിലേക്ക് പോയതാ അമ്മേ. സീത അലക്കി കഴിഞ്ഞ് തളർന്നിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവളോട് വീട്ടിലേക്ക് പോക്കോ, ഇത് ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞു അവളുടെ വീട്ടിലേക്ക് പോയി. ലക്ഷ്മിയമ്മയുടെ കയ്യിൽ ആ ഭാണ്ഡക്കെട്ട് കൊടുത്ത് അവൻ വേഗം അകത്തേക്ക് നടക്കുമ്പോൾ അവൻ പോകുന്ന നോക്കി സംശയഭാവത്തോടെ നിന്നു തമ്പുരാട്ടിയമ്മ. പേടിച്ച് 2 ദിവസം പനിച്ചു വരച്ച് സീത കിടക്കുമ്പോൾ അവൾക്ക് പനിയാണെന്നറിഞ്ഞ് കുറ്റബോധത്തോടെ അവനെ നിന്നു. അവളെ ഒന്ന് കാണാൻ മനസ്സ് കൊതിക്കുമ്പോൾ അത് വേണ്ട, അവൾ തന്നെ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല എന്നവൻ്റെ തലച്ചോറും പറഞ്ഞുകൊണ്ടിരുന്നു. പനി മാറി വന്നവൾ പിന്നെ ഒരിക്കലും ഇന്ദ്രനെ ഭയത്തോടെ നോക്കിയിട്ടില്ല. ഒരുതരം വാശിയായിരുന്നു പിന്നീട് അവളിൽ. പഠിക്കണം, ജയിക്കണം, ജോലി വാങ്ങണം, നല്ലൊരാളെ പ്രേമിച്ച് തന്നെ കെട്ടണം, എന്നിട്ട് അവൻ്റെ മുന്നിലൂടെ തലയുയർത്തി തന്നെ നടക്കണം. അങ്ങനെ അവനെ തോൽപ്പിക്കാൻ വേണ്ടി പഠിച്ച് ജോലി നേടി. പക്ഷേ അവൻ പറഞ്ഞ പോലെ അവളുടെ കഴുത്തിൽ വീണ താലി അവൻ്റെ മാത്രമായി. ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയവൾ പെട്ടെന്ന് ഞെട്ടി ഉണരുമ്പോൾ
ഇപ്പോഴും താൻ നനഞ്ഞു കുതിർന്ന് പടിയിലിരിക്കുകയാണെന്ന് ബോധം വന്നതും വേഗം തലയിൽ താളി തെച്ച് കുളത്തിലേക്ക് ഇറങ്ങി കുളിച്ചു കഴിഞ്ഞ് കോവിലകത്ത് നടക്കുമ്പോഴേ കണ്ടു ബൈക്കിൽ കയറി എങ്ങോട്ടോ പോകുന്നവനെ. അവനെ നോക്കാതെ അകത്തേക്ക് നടക്കുമ്പോൾ ഇന്ന് കുളത്തിൽ വെച്ച് നടന്നതായിരുന്നു അവളുടെ മനസ്സ് നിറയെ. അവൾ പോലും അറിയാതെ ഒരു നാണം അവളെ പൊതിയുന്നത് അവൾ അറിഞ്ഞു. അത് മുഖത്ത് വരാൻ സമ്മതിക്കുന്നില്ല. എങ്കിലും ചുവന്നു തൊടുത്ത ആ മുഖത്തുനിന്ന് തന്നെ വ്യക്തമല്ലെങ്കിലും തമ്പുരാട്ടി അമ്മയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായിരുന്നു.